ചേട്ടാ ചോദിക്കണേ അതോ 20. എത്ര ചോദ്യം ചോദ്യം എത്ര കൊടുത്തു എത്രക്ക് എടുത്ത് ഇപ്പൊ ഏതാ ജെയ്സി ക്രോസ് ആയില്ല സുഹൃത്തുക്കളെ അന്ന് പെരുമ്പിലാവശ്യന്തയിലാണെന്നുള്ളത് നല്ല അടിപൊളി സൂപ്പർ കുട്ടിയാണത്. ചോദിക്കുന്ന വില 33,000 രൂപയാണ് ചോദിക്കുന്നത്. അതിലൊക്കെ കുറയും. നിങ്ങളെ അഭിപ്രായത്തില് എത്ര കൊടുക്കാന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് അടിച്ചാ. പെരുമ്പിലാവശ്യന്തയിലാണ് ഇന്ന് വന്നതിൽ നല്ല അടിപൊളി സൂപ്പർ കുട്ടികളില് ഒന്ന്. എല്ലാരും വന്നിട്ട് വില ചോദിച്ചിട്ട് നോക്കി പോകുന്നുണ്ട്. പിന്നെ ചന്തയില് ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പശുക്കൾ വന്നിട്ടുണ്ട്. അതേപോലെ പശു അതിന്റെ കുട്ടി ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ രാവിലെ ഇട്ട് പോയിട്ടുണ്ട്. ഏകദേശം നമ്മളിന്നൊരു 8 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഫസ്റ്റ് കന്നിപ്രസവം അതേപോലെ കുട്ടികളില്ലത് ഇതൊക്കെ 27 രൂപയാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അതേപോലെ ഇത് പോയിട്ടുള്ളത് 21,000 രൂപക്കാണ് പോയിട്ടുള്ളത്. നല്ല സൂപ്പർ കുട്ടികളാണ്. ഏകദേശം പേര് പറയുന്നുണ്ട് നമ്മളെ കായ് പോയി കച്ചവടക്കാര് നമ്മളെ പൈസ പോയി ഏതായാലും കച്ചവടം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. റേറ്റ് വന്ന് തന്നെ 1,000-1,500 റുപ്യ കമ്മിയാക്കിയിട്ടാണ് പോയി എന്നൊക്കെ കച്ചവടക്കാർ പറയുന്നത്. ചില സമയത്ത് അങ്ങനെ ആവും. ഏകദേശം ഇത് ചോദിക്കുന്നത് 27,000 രൂപയാണ്. ചില സമയത്ത് കച്ചവടക്കാരന് പൈസ പോവും, ചിലപ്പോൾ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇവരോട് സംസാരിക്കുമ്പോൾ കിട്ടണത്. ചില കച്ചവടങ്ങൾ അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് 27,000 രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം ഒരു 23-22 ആ ലെവലൊക്കെ കിട്ടും. ഏകദേശം പെരുമ്പിലാവശ്യന്തയില് പശുക്കള് വരലുണ്ട്. റേറ്റും അത് അത്യാവശ്യം കമ്മി റേറ്റ് ആണ് ഉണ്ടാവല്. ഈ 33,000 രൂപ ചോദിച്ചതിന്റെ അടുത്ത് തന്നെ ഒരു പശു ഇരിപ്പുണ്ട്. 30,000 രൂപയാണ് ഇത് ചോദിക്കുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു പശു. ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ നീറ്റാണ്. അതിന്റെ സൂപ്പർ പശു എന്ന് തന്നെ പറയാം. റോസ് ടൈപ്പിൽ വരുന്ന ജേഴ്സി. ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് 33,000 രൂപയാണ്. അതേപോലെ ഈ പോത്ത് പോയിട്ടുള്ളത് 35,000 രൂപക്കാണ് ഈ പോത്ത് പോയിട്ടുള്ളത്. നല്ല ഇറച്ചി ഇങ്ങനെ കയറാൻ കണ്ടിട്ടുള്ള ഒരു പ്രായത്തിലാണ്. അത്യാവശ്യം സൂപ്പർ ക്വാളിറ്റി ഉണ്ട്. നല്ല എഗരവും ഒക്കെ ഉണ്ട്. കാലിടനുകളും ഒക്കെ സൂപ്പർ കുട്ടിയാണ്. ക്രോസ് ടൈപ്പിൽ വരുന്ന കുട്ടിയല്ല, കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. മേനി കയറി വരും. അതുപോലെ ഈ കുട്ടിയും പശുവും ചോദിക്കുന്നത് 35,000 രൂപയാണ്. ചോദ്യമാണ്, അത് നോക്കണ്ട, റേറ്റ് കുറയും കേട്ടോ. ചന്തയിൽ റേറ്റ് ഇങ്ങനെ പറയും. ഏകദേശം കുറഞ്ഞ റേറ്റിന് തന്നെയാണ് പോവല്. പല ആളുകളും ചോദിക്കും നമ്മൾ വീഡിയോ ഇടുമ്പോഴൊക്കെ ഇവർ പറയുന്ന വിലയല്ല അവിടെ എത്തുമ്പോൾ കൂടുതലാണ്. പക്ഷെ അതൊന്നല്ല, പരമാവധി റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ് ചന്തയിൽ ആളുകൾ എടുക്കാറ്. പരമാവധി റേറ്റ് കുറച്ചിട്ട് കൊടുക്കുക ചോദിക്കണത് കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഏകദേശം ഓല് പറയുന്ന വില തന്നെയാണ് ഞാൻ ഇവിടെ എഴുതില്ല. നമ്മളൊരു അറിവിന്റെ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ചപ്പാടിനനുസരിച്ചോ വില പറയലില്ല. ഏകദേശം ഇതൊക്കെ ഈ ഒരു ആഴ്ചയിലുള്ള പശുക്കളൊക്കെയാണ്. ഈ ഒരു 29, 30ന്റെ ഉള്ളിൽ, 25, 20ന്റെ ഒക്കെ ഉള്ളിൽ ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള നാടൻ പശുക്കള് വരലുണ്ട്. ഏകദേശം ഒരു 30ന്റെ അടിയിലൊക്കെയാണ് ഇതിന്റെയൊക്കെ വില. ചോദ്യം കേട്ടോ. ഫസ്റ്റ് പ്രസവം അതേപോലെ 2, 3 ഒക്കെ കഴിഞ്ഞുണ്ട് ഇതിൽ ഏകദേശം. ഓക്കെ, അപ്പോൾ ഈ ആഴ്ചയിലെ പശുക്കളുടെ ഒരു വീഡിയോ മാത്രമായിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ പെരുമ്പിലാവശ്യന്തയിൽ വന്നാൽ നല്ല പശുക്കളെ കിട്ടും. കുറെ ആളുകൾ അകിട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് കാണിച്ചു തരാണ്. 37,500 റുപ്യക്കാണ് ഈ പശുവും കുട്ടിയും പോയിട്ടുള്ളത്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നാടൻ പശുക്കൾ. ഇതൊക്കെ നാടനാണ്, വേഗം പോവും. ഏകദേശം ഇത് 32,500, 3,400 ചോദ്യം പറഞ്ഞില്ലേ. അത് റേറ്റ് പറയും, പക്ഷെ അത് നോക്കണ്ട. നമ്മളെ റേറ്റ് എത്രയാന്ന് പോലെ ചോദിക്കും കച്ചവടക്കാർ. അപ്പൊ ആ റേറ്റിനനുസരിച്ച് നോക്കിയാൽ മതി എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ കേട്ടോ. നല്ല പശുക്കള് നമ്മൾ പെരുമ്പിലാവശ്യന്തയിൽ വരലുണ്ട്. അപ്പൊ ആളുകൾ താല്പര്യമുള്ള ആളുകള് അതിരാവിലെ ഒരു 6 മണിക്ക് എത്തിച്ചേർന്നാൽ നല്ല പശുക്കളെ എടുക്കാം.
ഇതൊക്കെ ഇന്ന് കുട്ടിയും പശു ഉള്ളത് നാടൻ പശുക്കള് കുറച്ച് കൂടുതലായി കണ്ടിട്ടുണ്ട്. ഒരു 5-6 ഉണ്ടാവും. ഇതൊക്കെ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയും പശുവാണ്. കണ്ടിട്ട് നിങ്ങൾ കമന്റ് അടിക്കുക. ക്രോസ് ടൈപ്പിൽ വരുന്നതാണ്. HF വേറെ അതൊന്നും ഇപ്പൊ ഈ ആഴ്ച ഇല്ല. ഒരു വെച്ചൂരി വരുന്നുണ്ട് കേട്ടോ, കാണിച്ചത് ലാസ്റ്റ് ഉണ്ട്. ഒരു വെച്ചൂരി നാടൻ. ഇതൊക്കെ 2700 രൂപ ചോദിക്കണ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 22 ആ ലെവലിലൊക്കെ കിട്ടും. ഇതൊക്കെ വിറ്റ് പോയിട്ടുള്ളതാണ്. കച്ചവടം നടക്കുന്നുണ്ട്, രാവിലെ കച്ചവടം നടക്കുന്നുണ്ട്. അത് രാവിലെ ഒരു 6:30 സമയത്തൊക്കെ വന്നു കഴിഞ്ഞാല് പശുവൊക്കെ ഒരു 9 മണി 10 മണിയാകുമ്പോഴത്തേന് കാലിയാവുന്നതാണ്. ഇത് ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിലൊക്കെ അത് രാവിലെ വരിക. ഇതൊക്കെ ഈ ആഴ്ചയിലെ പശുക്കളാണ്. അപ്പോ ഈ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ കുറെ പശുക്കൾ മാറുണ്ടോ, ഇത് കെട്ടിയിട്ടുണ്ട്, മാറ്റി കെട്ടിയതൊക്കെ വിറ്റ് പോയിട്ടുള്ളതാണ്. ഇതൊക്കെ ക്വാളിറ്റി എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് അടിക്കുക. കറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 21,000 രൂപക്കാണ് ഇത് പോയിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 25-26 റുപ്യൊക്കെയാണ് ഇത് പറഞ്ഞത്. ലാസ്റ്റ് 21 രൂപക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചന്തയിലെ ഒരു വില കണക്കുകൾ ഇങ്ങനെയാണ്. ആരും വില കൂടുതലാണ് പറയുന്നത് നോക്കണ്ട. അവർ പറയുന്ന വിലയും നമ്മൾ എടുക്കുന്ന വിലയും രണ്ടും വ്യത്യാസമുണ്ട്. 21,000 രൂപയ്ക്ക് വിറ്റ് പോയി. കുഴപ്പമില്ലാത്ത ഫസ്റ്റ് കന്യാണെന്നാണ് പോലും പറഞ്ഞത്. ഏകദേശം ഈ ആഴ്ചയിലെ പശുക്കളുടെ ഒരു നിര ഇങ്ങനെയാണ്. നല്ല പശുക്കൾ അത് രാവിലെ ഉണ്ടായിരുന്നു. ഒരു വെച്ചൂര് ഞാൻ പറഞ്ഞില്ലേ, വെച്ചൂര് 18,000 രൂപ ചോദ്യം. 18,000 രൂപയാണ് ചോദ്യം ചോദിക്കുന്നത്. നാടൻ വെച്ചൂര്. ചില ആളുകൾ വെച്ചൂർ പശു ഉണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള നാടൻ പശുക്കൾ, നാടൻ 18,000 രൂപ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ അവിടെ കണ്ടിട്ടില്ല. പശുക്കളൊക്കെ ഏകദേശം രാവിലെ വിറ്റ് പോവും. കുഴപ്പമില്ലാത്ത ഒരു പശുവാണ്. പക്ഷെ ഇതൊക്കെ പാല് കുറച്ച് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് ഇതാ 18,000 രൂപ. 16,000 ആണ് കേട്ടോ. അതൊക്കെ കുറയും. ഇതൊക്കെ കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്. മുട്ട പശു അല്ലേ, ഇതിനെന്താ പറയുന്നില്ല. വെച്ചൂരിനെ ആളുകള് ഏതായാലും വിറ്റ് പോയിട്ടുണ്ട്. ആരെ കൊണ്ടുപോയത് നമ്മൾ കണ്ടിട്ടില്ല. വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് അടിക്കുക ആളുകൾ. നാടൻ. ഓക്കെ.